നമ്മുടെ യുണീക്ക് ഡിസൈൻ ആണ്, അതും സമ്മർ സ്പെഷ്യലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മൽച്ചന്തേരി ഫാബ്രിക്കിലാണ് വന്നേക്കുക. നമ്മുടെ യുണീക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ആ എല്ലാ സ്പെഷ്യാലിറ്റിയും ഈ ഒരു ഡ്രസ്സിലുണ്ട്. 2.6 ടോപ്പ് ലെങ്തും 2.4 ദുപ്പട്ട ലെങ്തും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് പ്രൈസും നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഫുൾ വർക്കാണത്, ചെറിയ ബീഡ്സ് വർക്കും ഇതിൽ അഡീഷണൽ ടോപ്പിലും ദുപ്പട്ടിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ കളറാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. 1140 ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ പ്രൈസ് വരും. നല്ല പ്രൈസ് അല്ലേ, ആൻഡ് നല്ല ഫാബ്രിക് ആണ്. ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഓടിപ്പോകുന്ന ഒരു ഫാബ്രിക് ആണ് മൽച്ചന്തേരി. എല്ലായിടത്തും ഏത് ബുട്ടീക്സോ അല്ലെങ്കിൽ ഏത് കടകൾ നോക്കിയാലും കാണാം, മൽച്ചന്തേരിയാണ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും കുർത്തീസിലും കോട്ട് സെറ്റിലും അതുപോലെ സർവാർസിലും എല്ലാം കാണിക്കുന്നു. അപ്പോൾ ആ ഒരു ഐറ്റം ആണ്. ഫസ്റ്റ് കളർ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡ് തന്നെയാണ്, നല്ലൊരു ഡാർക്ക് റസ്റ്റ് കളറിൽ. ടോപ്പിന്റെ ഫ്രണ്ടിൽ ഫുള്ളും ഇതുപോലെ എംബ്രോയിഡറി വിത്ത് അതിൽ ബീഡ്സ് ഹൈലൈറ്റഡ് ആണ് ഓൾ ഓവർ. ദുപ്പട്ടയും അതുപോലെ തന്നെ ഉണ്ടോ ഈ ഒരു വർക്ക്, അതിൽ ബീഡ്സ് ഹൈലൈറ്റഡ് സെറിയും കൊണ്ടാണ് അതിന്റെ ബോർഡർ സ്കാലപ്പ് പോയേക്കും. പിന്നെ ചെറിയ ചെറിയ വർക്ക്സ് ഓൾ ഓവർ ഉണ്ടോ. ഈ ഫാബ്രിക് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്ത് കാണും, നമ്മുടെ നിന്നോ അല്ലെങ്കിൽ വേറെ ആരുടെയും ഒക്കെ കയ്യിൽ നിന്നും. നല്ല സജഷൻസ് ഉള്ള ഫാബ്രിക് ആണ്. അതായത് ചൂടൊന്നും എടുക്കില്ല. ഈ സമ്മർ ടൈമിൽ നമുക്ക് ഇതിൽ കൂടുതലും എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ കൊടുക്കും. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാലോ, അതൊരു ഫങ്ഷൻ വെയർ സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തേക്കുന്നത്. മൽച്ചന്തേരി ഫാബ്രിക് നല്ല കളർ ഷെയ്ഡ്സിലാണ് ഇത് വന്നേക്കുന്നത്. ഇതൊരു ഗ്രീൻ്റെയും ഗോൾഡൻ ബ്രൗണിന്റെ ബ്ലെൻഡഡ് ആണ് ഈ ഒരു ഷെയ്ഡ്. ദുപ്പട്ടയിലും ഹെവി ആയിട്ട് തന്നെ ബോർഡർ വർക്ക് വരുന്നുണ്ട്. നല്ല ലെങ്തും വിട്ടും ഉണ്ട്. ആൻഡ് സെയിം കളറിലാണ് ബോട്ടം വന്നേക്കുക. ഇത് പ്യുവർ വൈറ്റ് അല്ല, വീഡിയോയിൽ പ്യുവർ വൈറ്റ് ആയിട്ടാണ് വരുന്നത്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇച്ചിരി കൂടെ നമ്മുടെ ഓഫ് വൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ് കൂടുതൽ ഡിമാൻഡ്. നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡ്, കുറച്ചുകൂടെ വർക്ക് ഹൈലൈറ്റ് ആണ്. ഈവൻ ഒരു വെഡ്ഡിങ് ഫങ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വർക്ക് പോയിക്കൊണ്ടില്ല. നല്ല ഹെവി ആയിട്ടാണ് ആ വർക്ക് കൊടുത്തേക്കുക. ഈ ഒരു എംബ്രോയിഡറി അതിന് ബോർഡറായിട്ട് ഫുള്ളും ചെറിയ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റഡ് ആക്കിയേക്കുന്നു. ദുപ്പട്ടയിൽ വരുമ്പോഴും ലൈറ്റ് അല്ല, അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയാണ് ആ ഒരു ബോർഡർ പാറ്റേൺ കൊടുത്തേക്കുന്നത്. ആൻഡ് ഓൺ ഡിസൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട അത്രയും നല്ല ലെങ്തും വിട്ടും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ്, ഇതാണ് ലുക്ക്. സോ ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നേക്കുന്നത്. നമ്മുടെ ഫേവറേറ്റ് ആണ്. നമ്മൾ ചില ഡിസൈൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പം അവർ ചോദിക്കും ബ്ലാക്ക് ആണ് ഇൻക്ലൂഡ് ചെയ്തത്. ഒത്തിരി പേരും ബ്ലാക്ക് ലവേഴ്സ് ആണ്. അപ്പം ബ്ലാക്ക് നമ്മൾ എങ്ങനെയായാലും ഇൻക്ലൂഡ് ചെയ്യും. ഇതുണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, ഹെവി ആയിട്ട്. പിന്നെ ഇതിൽ നോർമലി സിമ്പിൾ മിഷൻ എംബ്രോയിഡറി, അതായത് ഇങ്ങനെ ത്രെഡ് എംബ്രോയിഡറി മാത്രമല്ല, ചെറിയ ബീഡ്സ് വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് കെയർ ചെയ്യുക. അത്രയും ഹെവി വർക്ക് ഇതിൽ നോർമൽ ഉള്ള രീതിയിലുള്ള വർക്ക് അല്ലല്ലോ, കുറച്ചുകൂടെ കൂടുതൽ വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി കെയർ ചെയ്തൊക്കെ വാഷ് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് അതായത് ഭയങ്കരമായിട്ടിട്ട് അടിച്ച് നടക്കുക അല്ലെങ്കിൽ മെഷീനകത്തൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി പൊക്കി അങ്ങനെയൊക്കെ ജസ്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. ഇച്ചിരി കൂടുതൽ വർക്ക് വരുന്ന ടൈപ്പ് ഐറ്റം ആയതുകൊണ്ട്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുക. ഹെവി ആയിട്ട്, ഹെവി വർക്കാണ്. ആൻഡ് ബോട്ടം എല്ലാം സെൽഫ് കളർ ആൻഡ് ഹെവി ആയിട്ട് അതിൽ ഈ ഒരു സെറി കോമ്പിനേഷൻസിലാണ് ആ ഒരു ചെറിയ ബീഡ്സും ത്രെഡ് വർക്കും ഒക്കെ ഇതിൽ ഓൾ ഓവർ ചെയ്തേക്കുക. ഇത്രയും കളേഴ്സേ ഉള്ളൂ. താങ്ക് യു.